പ്യുവർ കാഞ്ചീപുരത്തിൽ വന്നിട്ടുള്ള അതും ഹാൻഡ്ലൂമിൽ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സാരി ആട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഒരു കോപ്പർ സെറീൻ്റെ ഒരു വീവിങ് സ്റ്റൈലാണ് ഇതിൽ കൊണ്ടുവന്നേക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഇതാട്ടോ സാരിയുടെ ലുക്ക് വരുന്നത്. ഫുള്ളായിട്ട് ഒരു കോപ്പർ സെറീൻ്റെ ഒരു വീവിങ് സ്റ്റൈലാണ് പോയേക്കുന്നത്. ആക്ച്വലി ഗ്രേയിനേക്കാളും ആ ഒരു കോപ്പർ ഷെയ്ഡാണ് നമുക്ക് എടുത്തറിയാൻ പറ്റുന്നത്. ഒരു ഡയമണ്ട് പാറ്റേണിലാണ് ആ ഒരു വീവിങ് സ്റ്റൈൽ ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പർ ബോർഡറിനേക്കാളും കുറച്ചും കൂടെ വിട്ട് ഉണ്ട് കേട്ടോ. ലോവർ ബോർഡർ ഈ ഒരു വിത്തുണ്ട്, അപ്പർ ബോർഡർ കുറച്ചൊന്ന് കുറവാട്ടോ. ഇതാണ് ലുക്ക് വരുന്നത്. പല്ലുവിൻ്റെ റിച്ച് ആയിട്ട് നിൽക്കുന്ന പല്ലുവിൽ ഒരു ഡയമണ്ട് പാറ്റേണിലുള്ള ഒരു വീവിങ് സ്റ്റൈലാണ് വന്നേക്കുന്നത്. ഒരു 6 ആക്കി അതിന് ഫ്ലോറലിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിലിങ്ങിൽ തന്നെയാണ്. അതിൻ്റെ കൂടെ ജോമെട്രിക് പാറ്റേണും കൂടെ ആഡ് ചെയ്തിട്ട് പല്ലു ഫുള്ളായിട്ട് ഒരു ജോമെട്രിക് പാറ്റേണിൽ തന്നെ കേട്ടോ വീവ് ചെയ്തെടുത്തേക്കുന്നത്. ഇതാണ് പല്ലു വന്നേക്കുന്നത്. ദിസ് ഈസ് ബ്ലൗസ് പീസ്. ഒരു സ്ട്രൈപ്സ് ലുക്കിലാണ് ആ ഒരു പല്ലുവിൻ്റെ വീവിങ് സ്റ്റൈൽ പോയേക്കുന്നത്. ഒരു വെർട്ടിക്കൽ ലൈൻ സ്ട്രൈപ്സ് ലുക്ക്, ദെൻ ബോർഡർ ഡീറ്റെയിലിങ്ങോട് കൂടി വന്നിട്ടുള്ള ബ്ലൗസ് പീസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ആൻറ്റിക്കൊക്കെ വെയർ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് സൂട്ടബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ കൂടെ ഡയമണ്ട്സും ഇതിൻ്റെ കൂടെ നന്നായിരിക്കും കേട്ടോ. ഇതിൻ്റെ കോഡ് വരുന്ന HH135, പ്രൈസ് വരുന്നത് 50,199. ശരിയാവും. ഹാൻഡ്ലൂമിൽ വന്നേക്കുന്ന പ്യുവർ കേരള കോട്ടൺ സാരി, അതും ബോർഡറിനെ ഹൈലൈറ്റ് ചെയ്ത് ഒരു 2 കളറും കൂടെ കൊടുത്തിട്ടാണ് ആ ഒരു കസവിനെ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള ബോർഡർ. പല്ലുവിൽ ഒരു ബ്ലാക്ക് സ്ട്രൈപ്സ് ലുക്കും കൂടെ കൊണ്ടുവന്നിട്ടുള്ള പല്ലു. അപ്പം നമ്മൾ ബോഡിയും പല്ലുവിന് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആക്കിയിട്ടാണ് ആ ഒരു വീവിങ് സ്റ്റൈൽ ഫിനിഷ് ചെയ്തേക്കുന്നത്. നല്ലൊരു റിച്ച് പല്ലു ആട്ടോ. നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു സാരി. അപ്പോൾ ആ ഒരു വീവിങ് സ്റ്റൈലിലും അത് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് സോളിഡ് ആയിട്ടാണ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത്, വിത്ത് ബോർഡർ ഡീറ്റെയിലിങ്ങോട് കൂടി വന്നിട്ടുള്ള ബ്ലൗസ് പീസ്. അപ്പോൾ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ട്രഡീഷണൽ ഫങ്ഷനൊക്കെ ഈ ഒരു ബ്ലൗസ് പീസ് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാം. ഇല്ല നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കേഷനൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഞാൻ വെയർ ചെയ്തേക്കുന്ന പോലെ ഒരു കോട്ടൺ ബ്ലൗസൊക്കെ നമ്മുടെ കയ്യിലുള്ളത് പെയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല കട്ട് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഡിസൈനർ ബ്ലൗസിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന കേരള സാരീസ് നമുക്ക് അങ്ങനെ, കേരള സാരീസിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആ ഒരു സാരി നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അതാണ് കേരള സാരീസിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു സാരിയുടെ കോഡ് വന്നേക്കുന്നത് KL116 എന്ന കോഡിലാണ് ഈ ഒരു സാരി അവൈലബിൾ ആക്കിയിട്ടുള്ളത്. പ്രൈസ് റേഞ്ച് വരുന്നത് 5399 എന്ന പ്രൈസ് റേഞ്ചിലും കൂടെയാണ് കൊണ്ടുവന്നേക്കുന്നത്. ശരിയാവും. ജാംദാനി ലുക്കിൽ വന്നിട്ടുള്ള ഒരു സ്റ്റൈൽ സാരിയാണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരി. നമുക്ക് ഈ ഒരു ഹിപ്പും വേസ്റ്റും എപ്പോഴും ഒതുക്കി കൊടുക്കുമ്പോഴാണ് സാരിക്കൊരു ഭംഗി വരുന്നത്. ആ ഒരു ഭംഗി ഇതിന് കിട്ടും കേട്ടോ. ആൻഡ് താഴോട്ടുള്ള പ്ലീറ്റ്സ് ഇങ്ങനെ ഒതുങ്ങി കിടക്കാത്തതല്ലാത്തത് കൊണ്ടും ആ ഒരു എന്താ പറയുക, ആ ഒരു വിടർന്നിട്ടുള്ള ലുക്ക് എപ്പോഴും നമുക്കിങ്ങനെ ഒരു ഫിഷ് കട്ടൊക്കെ വരത്തില്ലേ, അതിൻ്റെ ഒരു ഷേപ്പിനാണ് നമുക്കൊരു ഭംഗി തോന്നുന്നത്. സാരി ആ ഒരു ഷേപ്പാണ് ശരിക്കും വേണ്ടത്. ആൻഡ് ഇതിനകത്ത് നമുക്ക് ഫുൾ ജാംദാനി വീവിങ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ഒരു ലുക്കാണ്. ആൻഡ് അകത്ത് പവലൂമിൽ ചെയ്തേക്കുന്ന സാരിയാണ് കേട്ടോ. ആൻഡ് അതുകൊണ്ട് തന്നെ ഇത് ബഡ്ജറ്റ് റേഞ്ചിലുമാണ് വന്നിരിക്കുന്നത്. ബ്ലെൻഡഡ് മെറ്റീരിയലിൻ്റെ അകത്ത് ഒരു ലിനൻ്റെ വീവിങ് സ്റ്റൈലാണ്. അപ്പോൾ ഒരു ചെറിയൊരു ട്രാൻസ്പെറൻസി ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ഓൾ ഓവർ നമുക്ക് ആ ഒരു വീവിങ് പാറ്റേൺ വന്നിരിക്കുന്ന കാരണം അത്രയും ഭയങ്കര ഒരു ട്രാൻസ്പെറൻസി ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യത്തില്ല. ഇതാണ് അതിൻ്റെ ആ ഒരു പല്ലുവിൻ്റെ ലുക്ക് വരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സെയിം പാറ്റേൺ. ആൻഡ് അതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഒരു സെറീൻ ത്രെഡിൻ്റെ ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റ് വീവിങ് പാറ്റേൺ സ്ട്രൈപ്പ് ലുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ജാംദാനിയിൽ നിന്നൊരു വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ ജാംദാനി കുറച്ച് എഡ്ജി ആയിട്ടുള്ള പാറ്റേൺസ് ആണ്. ഇത് ഫുൾ കർവി ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡീറ്റെയിലിങ്ങിലാണ് വന്നിരിക്കുന്നത്. ത്രെഡ് വീവിങ് ബ്ലാക്കിൻ്റെ കൂടെ ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സെറി ഡീറ്റെയിലും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് വിതൗട്ട് ബ്ലൗസ് വരുന്ന സാരിയാണ് കേട്ടോ. 1499 റേഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ബ്ലൗസ് എക്സാക്ട്ലി സെയിം അല്ലെങ്കിൽ എനിക്ക് വെയർ ചെയ്തിട്ട് കണ്ടിട്ടൊരു കോൺട്രാസ്റ്റ് മിസ്മാച്ച് ബ്ലൗസിൻ്റെ ഒരു ഫീൽ ഇത് കാണാൻ കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്. യു ക്യാൻ ലെറ്റ് മീ നോ യുവർ സജഷൻ. ആൻഡ് ഇത് RP465 എന്ന കോഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് പ്രൈസ് 1499. സാരിയുടെ അകത്തായിട്ട് നമുക്ക് ഈ ഒരു ഉടുത്ത് കുത്തുന്ന പോർഷനിൽ ഒരു പ്ലെയിൻ സോളിഡ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. പക്ഷേ അത് ബ്ലൗസ് അല്ല കേട്ടോ, ബ്ലൗസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ആൻഡ് അത് ജസ്റ്റ് നമുക്ക് അതിൻ്റെ അകത്ത് ഈ ഒരു ഇങ്ങനെ മുകളിലായിട്ടൊരു പാറ്റേൺ ലൈറ്റ് ട്രാൻസ്പെറൻസി വരുമ്പോഴത്തേക്ക് അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല വിചാരിച്ചിട്ട് നമ്മളവിടെ പ്ലെയിൻ വീവിങ് സ്റ്റൈൽ കൊടുത്തേക്കുന്നതാണ്. ആൻഡ് ഇത് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരി കേട്ടോ. വീവിങ് ഒക്കെ ഭയങ്കര ലൈറ്റ് അല്ലേ, കുറച്ചൊരു എന്താ പറയുക,
എഫേർട്ട്ലെസ് ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. നല്ല പ്ലീറ്റ്സും ഉണ്ട് ഇതിനകത്ത്. സാരിക്ക് ഏകദേശം 6 മീറ്റേഴ്സിന് അടുപ്പിച്ച് വരുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് നമുക്ക് വെബ്സൈറ്റിൽ കാണും. അപ്പോൾ നമുക്ക് നല്ല പ്ലീറ്റ്സ് അതുകൊണ്ട് തന്നെ കിട്ടുകയും ചെയ്യും. ആൻഡ് ഇതിനകത്ത് നമുക്ക് ഒരു കേർവി ആയിട്ടുള്ള ഒരു പാറ്റേൺ, 2 ബോർഡറിൻ്റെ അവിടെയും കുഞ്ഞു കുഞ്ഞ് റൗണ്ട് ഡിസൈൻസ് ആണ്. അതിനകത്ത് ഇങ്ങനെ ഫ്ലോറൽ ജാൽ പാറ്റേൺ പോകുന്നുണ്ട്. ബോഡി ഫുള്ളും അതിൻ്റെ തന്നെ ഒരു ഫ്ലോറൽ ജാലിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. പല്ലു വരേക്കും ഒരു ഡയഗണൽ പാറ്റേൺ വന്നിട്ട് പല്ലുവിൻ്റെ അവിടെ വേറെ ഒരു മോട്ടീഫ് ലുക്കാണ് അവിടെ കൊടുത്തേക്കുന്നത്. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഒരേ പാറ്റേൺ ആണെന്നേ തോന്നുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഡയഗണൽ പാറ്റേൺ പോയേക്കാണ്. അപ്പോൾ RP 465 ജാംദാനി സാരി ചെക്ക് ഇറ്റ് ഔട്ട്. ഇപ്രാവശ്യത്തെ ഓണാഘോഷത്തിന് പോകാൻ വേണ്ടിയിട്ട് പുതിയൊരു കോമ്പിനേഷൻ കൊണ്ടുവന്നേക്കാണ് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും കാണുന്ന ഒരു ട്രഡീഷണൽ കോമ്പിനേഷൻസിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം കൊണ്ടുവന്നേക്കാണ്. ഒരു ലേസി പാറ്റേൺ പോലെ ഫീൽ ചെയ്യുന്ന ഒരു ബ്ലൗസ് മെറ്റീരിയലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും അവൈലബിൾ ആണ്. ആൻഡ് സാരിയുടെ കൂടെ നമ്മൾ ഇതിനകത്ത് ഒരു ആഡ് ഓൺ ആയിട്ടുള്ള ഒരു അവൈലബിലിറ്റിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാരിയുടെ കൂടെ വേറെ ഏതെങ്കിലും ഒരു ട്രഡീഷണൽ കോമ്പിനേഷൻ ആണ് നമുക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൺലൈനിൽ ബ്ലൗസസ് കാറ്റഗറിയിലോ ഇല്ല BM എന്നൊരു കോഡ് സെർച്ച് ചെയ്ത് നോക്കിയാലും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം സാരിയെ പറ്റി നമുക്കിനി ഒന്ന് നോക്കാം. ഒരു ഓഫ് വൈറ്റ് കോമ്പിനേഷൻ്റെ കൂടെ ഗോൾഡൻ ജെറി വീവിങ് പാറ്റേൺ ആണ്. കുറച്ചൊരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. നമുക്ക് കസവ് സാരി എന്നൊരു മാറ്റമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സീരീസാണ് നമ്മൾ ഇതിൻ്റെ അകത്ത്. ഈ ഒരു കസവ് സാരി അല്ലാണ്ട് നമുക്ക് ഈ ഒരു ഓഫ് വൈറ്റ് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷൻസ് കുറച്ചധികം ഡിസൈൻസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതിനകത്ത് ഒരു ലുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ 1339 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ആൻഡ് ഫുൾ ചെക്ക് പാറ്റേണിൻ്റെ അകത്ത് കുഞ്ഞു ചെക്കല്ല, ഒരു കുഞ്ഞു ബോക്സ് പാറ്റേണിൻ്റെ അകത്ത് ജെറി വീവിങ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന ഡിസൈൻ. ആൻഡ് ടുവേർഡ്സ് ദി ബോർഡർ നമുക്ക് ജെറി വരുന്നില്ല, ഫുള്ള് ലൈൻ വീവിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പല്ലു ലോങ്ങർ ആയിട്ടുള്ള ലുക്കിൽ സ്ട്രൈപ്പ് ഡീറ്റെയിലിങ്ങിലാണ് വരുന്നത്. ഇതിനകത്ത് ഒരു സ്ലൈറ്റ് ഷിയർനെസ് ഈ സാരിക്ക് വരുന്നുണ്ട്. കാരണം ഒരു ബഗൽപുരി ലിനൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഷിയർനെസ് അവിടെ ചെറുതായിട്ട് വരും. പിന്നെ ബോഡിയിൽ നമുക്കൊരു റൈറ്റ് സൈഡ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊരു സ്മൂതർ ആയിട്ട് തോന്നും. അതൊരു ടസലൈക്ക് ഫിനിഷ് നമ്മൾ ചെയ്തെടുത്തേക്കുന്ന സാരിയാണ്. ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ്ങർ ആയിട്ട് ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി സാരി കുറേ സൈക്കിൾസിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് റണ്ണിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. അത് നമുക്ക് വിതൗട്ട് സെറി പാറ്റേണിൽ വന്നിരിക്കുന്ന ഈ ഒരു സെയിം സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗ് വീവിങ് പാറ്റേണിലും കൂടെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ബ്ലൗസ് ഫുള്ള് ഫ്ലോറൽ എംബ്രോയിഡഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്ലൗസാണ്. ഒരു സ്ലബ് ടെക്സ്ചറിൽ വന്നിരിക്കുന്ന ബേസ് മെറ്റീരിയലിനകത്താണ് അതിനകത്ത് ഒരു ബേജ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ബേജ് ത്രെഡാണ്, നേവി ലുക്കാണ്. അപ്പം ഞാൻ ഇതിനകത്തൊരു ബാക്ക് ഓപ്പൺ ലുക്കൊക്കെ കൊടുത്തിട്ട് ഒരു സുഹാസിനി നെക്കിൻ്റെ ഒരു പാറ്റേൺ കൊടുത്തിട്ട് ഇവിടെ ഒരു സ്വീറ്റ് ഹാർട്ടും കൂടെ കൊടുത്ത് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ ആ സ്റ്റൈല് നമുക്ക് ഏത് കോമ്പിനേഷൻസ് വേണമെങ്കിലും ഇതിനകത്ത്, അല്ലെങ്കിൽ നമ്മുടെ റെഗുലർ സ്റ്റൈൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും പെയർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടാം. ആൻഡ് ഇതിനെ നമുക്ക് മറൂൺസിൻ്റെ പോലെയൊക്കെ, അപ്പം ഈ ഒരു ഷെയ്ഡ് നമ്മൾ മാച്ച് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ഈവൻ പേസ്റ്റൽസിൻ്റെ കൂടെയും ചില ഷെയ്ഡ്സിൻ്റെ കൂടെ ബേജിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ ഒരു ബ്ലൗസ് പെയർ ചെയ്യണമെങ്കിൽ പിന്നത്തെ യൂസേഴ്സിനായിട്ട് ഇഷ്ടമുള്ള പോലെ പെയർ ചെയ്യാം കേട്ടോ. സോ ഇറ്റ്സ് 1 മീറ്റർ മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് BM എന്ന കോഡിലും ഇത് NHH 232 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്.